നാട്ടില് ആളുകൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം എന്താണെന്നത് അത് മറ്റുള്ളവര് എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ ഞാൻ എന്റെ ലൈഫിൽ എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാല് അല്ലെങ്കിൽ നമ്മൾ കൊളോക്കിയലായിട്ട് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാല് നാട്ടുകാരെന്ത് പറയും എന്നുള്ളത്. നമ്മളെല്ലാരും ലൈഫില് ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തില് മറ്റുള്ളവരുടെ കമന്റ്സിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതനുസരിച്ചായിരിക്കും നമ്മളെ ലൈഫില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല ഡിസിഷൻസും എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ലൈഫിലോട്ട് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ എവിടൊക്കെയാണ് എപ്പോഴും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഓരോ കാര്യത്തിലും ബാക്കിയുള്ളവർ എന്ത് തീരുമാനിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനെ കുറിച്ച് വറി ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളെ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കിയാൽ നമ്മളെ കുട്ടിക്ക് ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവൻ എവിടെ എത്തിയിട്ടില്ലെങ്കിൽ അവനൊന്നും ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതായിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ ഞാനൊരു നല്ല പാരന്റ് അല്ല അല്ലെങ്കിൽ ഞാൻ അത്ര പോരാ അല്ലെങ്കിൽ എന്റെ കുട്ടി അത്ര പോരാ, ഇത് മറ്റുള്ളവർ കാണൂലേ, മറ്റുള്ളവർ ചിന്തിക്കൂലേ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല നമ്മുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻസ് എടുത്തു നോക്കിയാലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നും കൂടെ തീരുമാനിച്ചിട്ടാണ് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നത്. ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മറ്റുള്ളവർ കാണാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലൂടെ പോകുന്നുണ്ട്. അത് നമ്മൾ മാത്രമാണ് അറിയുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡെസിഷൻ എടുക്കുന്നത്. അതൊന്നും മനസ്സിലാക്കാതെ വേറൊരാള് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അയാളുടെ മാത്രം ഒരു അല്ലെങ്കിൽ അയാൾക്ക് അത്രയും മനസ്സിലാക്കാന് അല്ലെങ്കിൽ അയാളുടെ മനസ്സ് അത്രയും ചെറുതായതുകൊണ്ട് ആണ്. അല്ലാണ്ട് ഒന്നാലോചിച്ചറിയാം ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന് അയാളെ കുറിച്ച് തന്നെ അറിയുന്നത് ഒരു 10% ഉള്ളൂ. കാരണം ഒരു 90% അല്ലെങ്കിൽ ഒരു 80% വരെ നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്, എന്റെ തോട്ട് എന്താണ് ഇങ്ങനെ രീതിയിൽ പോകുന്നത് എന്നുള്ള റീസൺ ഒന്നും നമുക്ക് അറിയ പോലുമില്ല. അല്ലെങ്കിൽ എന്റെ ലൈഫ് എന്താണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിന്റെ റീസണ് പലപ്പോഴും നമുക്ക് തന്നെ അറിയില്ല. അങ്ങനെ ഒരാൾക്ക് തന്നെ അയാളെ കുറിച്ച് അറിയുന്നത് അയാളുടെ റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും 10% ഒക്കെ ഉള്ളൂ. അതിൽ നിന്ന് പുറത്തൊരാള് മനസ്സിലാക്കുന്നത് എന്താണ് അതിന്റെ ഒരു 1%ആ വേറൊരാള് കാണുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 1% അല്ലേ പുറത്തൊരാള് നമ്മളെ കാണുന്ന ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴോ ജസ്റ്റ് നമ്മൾ അപ്പിയറൻസ് എന്നൊക്കെ മനസ്സിലാക്കുന്ന നമ്മൾ സംസാരത്തിന് നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ ആളുകൾ അറിയുന്ന നമ്മളെ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് അവര് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ടാവുക. അതിൽ നിന്ന് ഒരാള് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളൊരു സൈഡിൽ നമ്മൾ എത്രയോ അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ സ്റ്റോറി അറിയുന്ന നമുക്ക് എന്താണ് അവരെന്ത് ചിന്തിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ സ്റ്റോറിനേക്കാളും ഏറ്റവും വലുത്. അങ്ങനെ ഒരാളിപ്പോ ഈ ഒരു 1% മാത്രം കേട്ടുകൊണ്ടാണ് നമ്മളെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. നമുക്കറിയാം ആളുകള് എല്ലാരും ഇൻക്ലൂഡിങ് നമ്മളെയും കൂടെ, അതായത് നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് നമ്മളെ മൈൻഡ് എത്രത്തോളം വികസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് ഇപ്പൊ ഏത് ലെവലിലാണ് എന്നുള്ളതാണ്. നമ്മുടെ മൈൻഡ് ഒന്നും ഫിക്സഡ് അല്ല. മൈൻഡിന് എന്താണ് ഒരു ന്യൂറോ പ്ലാസ്റ്റിക് ഉണ്ട്. അതായത് മൈൻഡിന് ഇങ്ങനെ നമ്മളെ അറിവനുസരിച്ചിട്ടും നമ്മളെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടും അതിങ്ങനെ മൈൻഡ് എക്സ്പാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതായത് ആളുകള് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അവരെ മൈൻഡ് ഇപ്പൊ ഏത് ലെവലിലാണ് നിൽക്കുന്നത് അനുസരിച്ചിട്ടാണ്. അത് നമ്മളെ എത്ര നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മളെ വിശദീകരിക്കാൻ ശ്രമിച്ചാൽ പോലും മറ്റൊരാൾക്ക് നമ്മളെ മനസ്സിലാവുക അയാൾ ഏത് ലെവലിലാണോ ആ ലെവലിൽ മാത്രമേ ഉള്ളൂ. അത് കാരണം അയാളുടെ മൈൻഡ് അതിനനുസരിച്ചിട്ടാണ് അയാൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് ഓരോ ആളുകളും മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നത് അതിൽ നിന്ന് കൺക്ലൂഷനിൽ എത്തുന്നതും ഒക്കെ അവരുടെ കറന്റ്
മൈൻഡ് സെറ്റ് ഏത് ലെവലിലാണ് എന്നുള്ളതനുസരിച്ചിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഡിഫറെന്റ് ലെവലിലുള്ള മൈൻഡ് അല്ലെങ്കിൽ ഡിഫറെന്റ് തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ചിലവര് അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ട് എഡ്യൂക്കേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രം ഒരാൾ ഭയങ്കര വിശാലമായിട്ട് ചിന്തിക്കണം എന്നില്ല. എഡ്യൂക്കേഷനുപരി അയാളുടെ അറിവിനനുസരിച്ചിട്ട് അയാളുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അയാള് മനസ്സിലാക്കിയിട്ടുള്ള അയാളുടെ മൈൻഡ് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിക്കുന്നത് ഡിഫറെന്റ് ലെവലിലുള്ള ആൾക്കാരുള്ള ഒരു സൊസൈറ്റിയിലാണ്. നമുക്ക് ആർക്കും അവിടെ നമ്മൾ എന്താണോ അതിനനുസരിച്ച് എല്ലാരെയും മനസ്സിലാക്കുക അല്ലെങ്കിൽ എല്ലാരെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പലരും ഇപ്പോ ഇന്ന് ഒരാൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ചിലപ്പോൾ അയാൾ കാലങ്ങൾ കഴിഞ്ഞ് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അയാൾ തന്നെ റിയലൈസ് ചെയ്യും ചിലപ്പോൾ, എന്ത്, ഞാൻ അന്ന് ചിന്തിച്ചത് ശരിയായിരുന്നില്ല, ഇതിന് ഇങ്ങനെയും കൂടെ ഒരു പാർട്ട് ഉണ്ടായിരുന്നു, ഞാൻ പക്ഷെ അന്ന് എന്റെ അറിവ് അതായിരുന്നു എന്നുള്ളത് അയാൾ റിയലൈസ് ചെയ്യും. ചിലപ്പോ ആ ആള് മുന്നേ അയാളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് മനസ്സിലാക്കും അയാൾ ഇങ്ങനെ ചിന്തിക്കൂലേ, അവരിങ്ങനെ ചിന്തിക്കൂലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോ എടുത്ത തീരുമാനങ്ങളൊക്കെ അപ്പൊ എന്താവും? പക്ഷെ നമ്മളെപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ചിന്തകൾ എടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ലൈഫ് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോ ഞാനൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഒരു കർഷകനും അയാളുടെ ഭാര്യയും അവരുടെ ഒരു കഴുതയുടെ പുറത്ത് ഒരു സ്ഥലത്തേക്ക് പോവാണ്. അവർക്ക് പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാനുണ്ട്. അങ്ങനെ ആളും ഭാര്യയും കഴുതേനെ കൂട്ടി ഇങ്ങനെ പോവാണ്. അപ്പൊ അവരിങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോ ഒരു ടൗണിലെത്തി. ആ ടൗണില് കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരെ കണ്ടപ്പോ കളിയാക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്ത് മണ്ടന്മാരാണ്, ഒരു കഴുത ഉണ്ടായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ പുറത്ത് കയറിക്കൂടെ, നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ അവരിവരെ പരിഹസിച്ചു. അപ്പൊ ഇങ്ങനെ ഇവർക്ക് തോന്നി, ഓ ശരിയാണല്ലോ, നമ്മളൊരു കഴുത ഉണ്ടായിട്ട് നമ്മളിങ്ങനെ നടന്നു പോകേണ്ട ആവശ്യമില്ലല്ലോ, ഇതിന്റെ പുറത്ത് ഒരാൾക്ക് കയറിയിരിക്കാലോ എന്ന് അവർ വിചാരിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നത്, ഭർത്താവ് കയറിയിട്ട് കഴുതപ്പുറത്ത് കയറിയിരുന്ന് അവര് യാത്ര തുടരുകയാണ്. അങ്ങനെ അവര് പോയി യാത്ര കുറേ കഴിഞ്ഞപ്പോ പിന്നെയും അവര് ഒരു ആളുകളുള്ള ഒരു സ്ഥലത്ത് എത്തുന്നു. എത്തിക്കഴിഞ്ഞപ്പോ അവിടുത്തെ ആളുകള് പിന്നെ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്, ഒരു സ്ത്രീനെ ഇങ്ങനെ നടത്തിയിട്ട് നിങ്ങൾ അതിന്റെ മുകളിൽ കയറിയിരിക്കുക. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാല് നിങ്ങൾ അത്ര പോലും ആരോഗ്യമല്ലല്ലോ, അവരെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നടത്തുന്നത്, നിങ്ങൾ എന്തൊരു കണ്ണിച്ചോരില്ലാത്ത മനുഷ്യനാണ് എന്നുള്ള രീതിയിൽ അയാളോട് പറയാണ്. അപ്പൊ അയാൾ തോന്നി, ഓ ശരിയാണല്ലേ, എന്റെ ഭാര്യനെ നടത്തിയിട്ട് ഞാനിങ്ങനെ നടന്നത് ശരിയായില്ല എന്ന് അയാൾക്ക് തോന്നി. അയാൾ എന്ത് ചെയ്തു, അയാൾ അത് ഇറങ്ങി ഭാര്യനെ കയറ്റിയിരുന്നു. അങ്ങനെ അവര് പിന്നെയും അവരുടെ യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര തുടർന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവര് വേറൊരു സ്ഥലത്തെത്താണ്. അവിടെയും കുറെ ആളുകളുണ്ട്. അപ്പോ അവിടുത്തെ ആളുകള് കാണുന്നത് എന്താണ്, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ വിചാരിക്കുന്നത്, ഇത് കണ്ടപ്പോ തന്നെ അവർക്ക് തോന്നിയൊരു കാര്യം, എന്തൊരു സ്ത്രീയാണ്, ഭർത്താവിനെ ഒരു ബഹുമാനമില്ലാണ്ട് ഭാര്യ കഴുതപ്പുറത്ത് കയറിയിട്ട് ഭർത്താവിനെ നടത്തുന്നു. ആ നാട്ടിലുള്ള ആളുകൾക്ക് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ എന്ന് പറയുന്നത് അത്രയും വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോ അവരെന്ത് ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു. അവരിത് പറഞ്ഞോട് കൂടിയിട്ട് ഭാര്യക്ക് അവൾക്കൊരു ഷെയിം തോന്നി. കാരണം അയ്യോ, ഞാൻ എന്റെ ഭർത്താവിനെ നടത്തിയിട്ട് ഞാനാണല്ലോ കയറി പോയത് എന്നുള്ളത്. അങ്ങനെ അവസാനം അവരെന്ത് തീരുമാനിച്ചു, എന്നാ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം അവര് വെറുതെ നടന്നപ്പോ അതിന് ആളുകൾ എതിര് പറഞ്ഞു. പിന്നെ ഭർത്താവ് കയറിയിരുന്നപ്പോ അതിനും ആളുകൾ എതിര് പറഞ്ഞു. പിന്നെ ഭാര്യ മാത്രം കയറിയിരുന്നപ്പോ അതിനും പറഞ്ഞു. അപ്പൊ അവര് തീരുമാനിച്ചു, ഇനി എന്ത് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും കൂടി കഴുതപ്പുറത്ത് കയറിപ്പോ. അങ്ങനെ അവർ രണ്ടുപേർ കയറിയിരുന്നു. അങ്ങനെ അവര് പിന്നെയും പോവാണ്. അങ്ങനെ പിന്നെ പോയി കഴിഞ്ഞപ്പോ വേറൊരു നാട്ടിലെത്തി. ആ നാട്ടിലെത്തിയപ്പോ അവിടുത്തെ ആളുകൾ ഇവരോട് പറയാണ്, നിങ്ങൾ എന്തൊരു മനുഷ്യന്മാരാണ്, നിങ്ങൾക്ക് ഈ ഒരു പാവം മൃഗത്തിന്റെ പുറത്താണോ നിങ്ങൾ രണ്ടുപേര് രണ്ടുപേര് കയറിയിരുന്ന് യാത്ര ചെയ്യുന്നത്, അതിന് നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോകാനുള്ള ആരോഗ്യമൊന്നുമില്ല, നിങ്ങൾ എന്താ പറയാ, ക്രൂരതയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. കാരണം ആ നാട്ടിലത്തെ ആളുകൾ കുറച്ചുകൂടി മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ്. അപ്പോ അങ്ങനെ ആയപ്പോ ഇവർക്ക് തന്നെ, ഈ ഭാര്യയ്ക്കും ഭർത്താവും അവസാനം കൺഫ്യൂഷനിലായി, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പിന്നെ അവർക്ക് ഉണ്ടായ ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്താലും അത്
അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും, അതിനെ എതിർക്കുന്നവരുണ്ടാവും. അത് ആരുടെയും പ്രശ്നമായതുകൊണ്ടല്ല. ഓരോരുത്തരും ചിന്തിക്കുന്നത് വ്യത്യാസമാണ്. ഓരോരുത്തരും ഈ വേൾഡിനെ മനുഷ്യരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അപ്പൊ എന്താണ് ആളുകളുടെ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ മാറും. പക്ഷെ നമ്മൾ അവിടെ ആലോചിച്ച് നോക്കൂ, ആളുകളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് നമ്മള് നമ്മുടെ ചിന്തകള് അല്ലെങ്കിൽ നമ്മുടെ ഡെസിഷൻസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാല് നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മൾ ഒരാള് പറഞ്ഞതിനനുസരിച്ച് ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാല്ലേ എന്ന് വിചാരിച്ച് നമ്മളൊരു ഡെസിഷൻ എടുത്തു കഴിഞ്ഞാല് വേറൊരാൾ വന്നിട്ട് പറയും ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അപ്പൊ മാറ്റി അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നാല് നമുക്ക് ഒരിക്കലും ഒരു കാര്യവും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ, നമുക്ക് ശരി എന്ന് തോന്നുന്ന ഒരു കാര്യത്തില് നമ്മൾ ഉറച്ചു നിൽക്കുക. ചിലപ്പോ നമ്മൾ എടുക്കുന്ന ഡെസിഷൻസ് തെറ്റായിരിക്കും, അല്ലെങ്കിൽ ശരിയായിരിക്കും. രണ്ടാണെങ്കിലും നമുക്ക് ലെസൺ കിട്ടും. ശരിയാണെങ്കിൽ ഓക്കെ ഞാൻ എന്താണ് എടുത്ത ഡെസിഷൻ ശരിയാണ്, അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടും, നമുക്ക് ലൈഫിൽ അങ്ങനെ മുന്നോട്ട് പോകാം. ഈ തെറ്റാണെങ്കിലോ നമുക്ക് അവിടെ ഒരു ലെസൺ ആണ് കിട്ടുക. അതായത് ഞാൻ എടുത്ത ഈ ഡിസിഷൻ തെറ്റാണ്, ഇത് ഞാൻ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്, ഇതെന്തോ കറക്റ്റ് ചെയ്യാനുണ്ട്. അവിടെ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എപ്പോഴും വേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഏറ്റവും എഫക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ ലൈഫിനെ മാറ്റാനുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ, ഫ്രീ ആയിട്ട് ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിലൊക്കെ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് എന്താണ് വേണ്ടത്, എന്റെ ലൈഫിൽ ഇപ്പൊ എന്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയുന്ന ഏതൊരു വ്യക്തി ആരാണ്? നമ്മൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഓരോ പോർഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതറിഞ്ഞിട്ടാണ് അവർ തീരുമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവരെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ലെറ്റ് ദം, അവർ പറയുന്നത് പറയട്ടെ എന്ന് മാത്രമേ നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എല്ലാരെയും നമുക്ക് പോയിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇങ്ങനെ അല്ലട്ടോ ചിന്തിക്കേണ്ടത്, ഞാൻ ഇത് ചെയ്തത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതുകൊണ്ട് ചെയ്തത് ഇതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇങ്ങനെ മറ്റുള്ളവരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാല് നമ്മളെ എനർജി ഡ്രെയിൻ ആവും. അല്ലെങ്കിൽ നമുക്ക് ആക്ഷൻ എടുക്കേണ്ട നമ്മളെ എനർജിയും നമ്മളെ തോട്ടും നമ്മളെ മൈൻഡില് നമ്മളെ ചിന്തയിൽ നമുക്കറിയാലേ, നമ്മൾ ഒരു കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന് അതിന് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരുന്നാല് അത് തന്നെ ആയിരിക്കും നമ്മളെ മൈൻഡ് ഫുൾ ഉണ്ടാവുക. അവിടെ നമുക്ക് നമ്മുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ടതും നമ്മളാണ്. അതിനുള്ള ചിന്ത വരേണ്ടതും നമ്മളെ മൈൻഡിലാണ്. ആ മൈൻഡിൽ മൊത്തം മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാന് വേണ്ട ചിന്തകൾ സംഭവിക്കാനുള്ള സ്പേസ് നമ്മളെ മൈൻഡിൽ ഇല്ല. മാത്രല്ല നമ്മളിങ്ങനെ വാട്ടതേഴ്സ് തിങ്ക്, അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും ഇവരെന്ത് ചിന്തിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആക്ഷൻ എടുക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവില്ല, നമ്മൾ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് പിന്നെയും വരും. അപ്പോഴും നമ്മൾ അത് സംഭവിച്ചുകൊണ്ടിരുന്നാല്, കാരണം പലതും നമ്മളെ കൺട്രോളിലല്ലാണ്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ആക്ഷൻ എടുക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ നമ്മൾ എടുക്കേണ്ട ആക്ഷൻ എടുക്കാണ്ടിരുന്നാല് പല കാര്യങ്ങളും നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മളെ ലൈഫ് പിന്നെയും ഫാളായി കൊണ്ടിരിക്കും, അല്ലെങ്കിൽ പിന്നെയും ബാക്കിലോട്ട് പോകുമ്പോൾ അപ്പോഴും നമ്മുടെ ഉള്ളിൽ എന്താണ് വരുന്നത്? മറ്റുള്ളവരെന്ത് പറയും, എന്റെ ലൈഫിൽ ഫെയിലായി, എന്റെ വീട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് വീടില്ല, അല്ലെങ്കിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു, ഇത് മറ്റുള്ളവരെന്ത് പറയും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാല് ഇപ്പൊ നമുക്ക് ഇല്ലാത്തതിന് കാരണം പാസ്റ്റില് നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നാലോചിച്ചിട്ട് നമ്മളെ പ്രധാനപ്പെട്ട പല സമയങ്ങളും നമ്മൾ നഷ്ടപ്പെടുത്തിയത് കൊണ്ടായിരിക്കും. അപ്പോ നമ്മൾ ഇത്ര കാലം നമ്മൾ എന്താണോ ചിന്തിച്ചത് അതിന്റെ റിസൾട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ്. പിന്നെ ഇപ്പോഴും നമ്മൾ അതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ചിന്തകള്, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇതുവരത്തെ കാര്യങ്ങളാണെങ്കിൽ നമ്മളെ ജീവിതം ഇനിയും എന്താണ് ഇത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവരെന്ത് ചിന്തിക്കും, എന്റെ ലൈഫില് ഇത് ആയാല് അവരെന്ത് പറയും എന്നാണെങ്കിൽ മറ്റാരുടെയൊക്കെയോ ലൈഫിൽ, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ പേടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് പറയുന്നുള്ളത്. നമ്മളെ പലരെയും പേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെയും പലരും പേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല അവരെന്ത് പറയും. ചിലപ്പോ നമ്മള്
കാഷ്വൽ ആയിട്ട് ഒരാളോട് ചിലപ്പോ നിങ്ങൾ എന്താണ് ഇപ്പൊ നമ്മള് ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് നിങ്ങളെ ജോലി എന്താണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ ജോലി എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ജോലി എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്റ്റേറ്റ് നമ്മളെ ജോലി പോയ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് തോന്നുന്നത് ഇവരെന്തോ നമ്മളെ കുറിച്ച് അറിഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ഇതുപോലെ നമ്മളും പലരോടും പോയി ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ പറയാ, അവരിങ്ങനെ നമ്മളോട് കുത്തി നോവിക്കുകയാണ്, എന്റെ ജോലി പോയത് അവർ അറിഞ്ഞിട്ടുണ്ടാവും, എന്നിട്ടാണ് അവർ ചോദിക്കുന്നത് എന്നൊക്കെ നമ്മളെ മൈൻഡ് അതിനനുസരിച്ച് ഇങ്ങനെ ഡീകോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മളും ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടാവും, നീ എന്താണ് ഇപ്പോ ഒരു പുറത്ത് ജോലിയുള്ള ഒരാള് കുറെ കാലം നാട്ടിലിരിക്കുമ്പോ ചിലപ്പോ നമ്മൾ ചോദിക്കും പോവാറായില്ലേ, എന്താ പോവാത്തെ? അയാള് ചിലപ്പോ അയാൾക്ക് പോവാൻ പറ്റാത്തതിന്റെ വിഷമം കൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ അവർക്ക് തോന്നുന്നത് എന്തായിരിക്കും, ഇവരൊന്നും എനിക്ക് ഇവിടെ നിൽക്കാനൊരു സ്വൈരം തരുന്നില്ലല്ലോ. പക്ഷെ നമ്മൾ ആക്ച്വലി വെറുതെ ഒരു കുശലം ചോദിച്ചതായിരിക്കും. അങ്ങനെ പലരും അങ്ങനെ ചോദിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മളാണ് അതിങ്ങനെ ആലോചിച്ചിട്ട് ഇവർ അതുകൊണ്ടാണോ ചോദിച്ചത്, ഇവരിതുകൊണ്ടാണോ ചോദിച്ചത് എന്ന് ആലോചിച്ചിട്ട് വെറി ചെയ്യുന്നത് നമ്മളാണ്. ആക്ച്വലി ഇത് ചിലപ്പോൾ വെറുതെ ചോദിച്ചായിരിക്കും. അങ്ങനെ നമ്മളും പലരോടും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ മാക്സിമം നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, അറിഞ്ഞിട്ട് ചോദിക്കുന്നവരും ഉണ്ടാവും കേട്ടോ ഇതിന്റെ ഇടക്ക്. മനഃപൂർവ്വം ഇവരെ വേദനിപ്പിക്കണം, അല്ലെങ്കിൽ ഇവരെ ഒന്ന് ഇവരുടെ ലൈഫ് ഇങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നവരും ഉണ്ടാവും. ആളുകള് പലതരത്തിലാണ്, എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഓരോരുത്തരും അവരുടെ ലൈഫില് എങ്ങനെയാണ് നിൽക്കുന്നത്, അവർക്ക് അവരെ തന്നെ വലിയ മതിപ്പില്ലെങ്കിൽ, അവരിൽ തന്നെ കുറ്റം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ മറ്റുള്ളവരിലെയും കുറ്റം കാണാനാ നോക്കുക. അവിടെ എന്താന്ന് വെച്ചാല് അവർക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു സമാധാനം, ഞാൻ മാത്രമല്ലല്ലോ മറ്റുള്ളവരും ഉണ്ടല്ലോ എന്നുള്ളത്. ആ രീതിയിൽ മറ്റുള്ളവരുടെ ലൈഫിലോട്ട് മാത്രം നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെയാണ്, അതുള്ളത് തന്നെയാണ്. പക്ഷെ അവിടെ എന്താണ് അത്, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് എന്താണോ അതാണ് അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഒരാള് എന്തെങ്കിലും പറഞ്ഞ് നമ്മളെ കുറച്ചൊരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മൊത്തം നമ്മളിലോട്ട് എടുക്കുകയാണ്. ഞാൻ അത്ര പോരാ, ഞാൻ അത്ര പോരാത്തോണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ അതൊരു ഗിൽറ്റി ഫീലിംഗ് ആയിട്ട് വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ എന്തെങ്കിലും പറയുന്നത് അത് കംപ്ലീറ്റ്ലി കാണിക്കുന്നത് അയാളുടെ മൈൻഡ് സെറ്റ് ആണ്. അയാൾ ആളുകളെ എങ്ങനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ അയാൾ മറ്റുള്ളവരുടെ സ്പേസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണോ, അല്ലെങ്കിൽ അയാളുടെ നോളേജ് എന്താണ് എന്നൊക്കെയാണ് അയാളുടെ വേർഡ്സിലൂടെ അയാൾ പുറത്തോട്ട് വരുന്നത്. ഒരാളുടെ ചിന്തകളാണ് അയാളുടെ വേർഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഒരിക്കലും മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അത് പേഴ്സണലി എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അയാൾ പറയുന്നത് അയാളുടെ പെർസെപ്ഷൻ ആണ്, അല്ലെങ്കിൽ അയാളുടെ ചിന്തകളാണ്, അയാളുടെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അതങ്ങനെ ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെ ആയിക്കോട്ടെ എന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് തീരുമാനം എടുക്കേണ്ട കാര്യത്തിൽ അതിനനുസരിച്ച് നമ്മൾ എടുക്കാൻ നിൽക്കരുത്. കാരണം അതിനനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, അവരുടെ ചിന്തകൾക്ക് നമ്മൾ അടിമയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റുള്ളവരുടെ അടിമയായിട്ട് നമ്മുടെ ലൈഫിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് സിറ്റുവേഷൻസിലൂടെ പോയി കഴിഞ്ഞാലും അവിടെ എന്തുണ്ട്, ആ ഒരു സിറ്റുവേഷൻസിനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും, അതിനെ നെഗറ്റീവായിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ളവരോട് ചോദിക്കും. അപ്പോ ഒരാള് ഹെൽത്തി ആയിട്ട് നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ഹെൽത്തി ആവണം എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചോദിക്കേണ്ടത് ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരാളോടാ. എപ്പോഴും അസുഖത്തിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുന്ന, എപ്പോഴും എല്ലാത്തിലെയും നെഗറ്റീവ് കാണുന്ന ഒരാളോട് പോയിട്ട് ആരോഗ്യത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെ നമ്മളെ ആരോഗ്യമായിട്ട് ഇരിക്കാം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അയാൾ പറയാ, നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മളൊക്കെ അസുഖം വരും. അല്ലാണ്ട് വേറെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആളോട് ചോദിച്ചാൽ അയാൾ പറയും, നമ്മളെ ഭക്ഷണത്തിലും നമ്മളെ എക്സസൈസിലും നമ്മളെ ജീവിതത്തിന്റെ പല ശൈലികളും മാറ്റിയാൽ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നായിരിക്കും അയാൾ പറയാം. അതായത് അതായത് നമ്മള് അഭിപ്രായം ചോദിക്കേണ്ടത് എപ്പോഴും ഇത് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ളവരോടാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോഴും, അല്ലെങ്കിൽ നമ്മള് മറ്റുള്ളവർ പറയുന്നത് എപ്പോഴും നമ്മൾ ആരുടെയും ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ ആരും പറയുന്നതും ഞാൻ കേൾക്കില്ല, ഞാൻ എന്റെ സ്വന്തത്തിനാന്ന് പറയുമ്പോൾ അതും ഒരു ശരിയായ രീതിയല്ല. പല കാര്യങ്ങളും നമ്മള് ആ പാത്തിലൂടെ സഞ്ചരിച്ചിട്ട്
സക്സസ് ആയിട്ടുള്ളവരുടെ കമന്റ് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. അവർക്ക് നമുക്ക് എന്താണ്, അവർ ചിലപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരും. അതും നമുക്ക് നമ്മുടെ ലൈഫിലോട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ പക്ഷെ എല്ലാരും പറയേണ്ട കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മറ്റൊരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവര് നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു കമന്റ് നമ്മളെ എന്താ പറയാ അലട്ടിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവരെവിടെയാണ് ലൈഫിൽ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും. അവര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് ഫെയിൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും. ലൈഫിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമുക്കൊക്കെ ഒരു റിസ്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ പേടിക്കുന്നത് ഇത് ഫെയിൽ ആയി കഴിഞ്ഞാല് റിസ്ക് എടുക്കരുത് എന്ന് പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ വെക്സ് ചെയ്യണ്ടേ. അവര് നമ്മൾ പല പറയില്ലേ, നിന്നോട് അപ്പോഴും അത് പറഞ്ഞതല്ലേ, അല്ലെങ്കിൽ നീ എന്തിനാണ് ഈ മണ്ടത്തരം ചെയ്തത് എന്നുള്ള രീതിയിലുള്ള പല ചോദ്യങ്ങളും നമ്മളിലേക്ക് വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പലതും ചെയ്യാണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നവരാരാന്നറിയോ ശരിക്കും? ലൈഫിൽ ഒന്നും ചെയ്യാത്തവരായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ചെറിയ ഫെയിലിയർ വരുമ്പോഴത്തേക്കും അത് അവിടെ ഉപേക്ഷിച്ചു പോകുന്നവരായിരിക്കും. അല്ലാണ്ട് നിങ്ങൾ സക്സസ് ആയവരോട് ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ള ഒരാള് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ അയാൾ എന്തായിരിക്കും പറയാന്നറിയോ? നീ ചെയ്യ്, ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ മാറ്റം വരും. ഫെയിലിയർ ഒക്കെ ഉണ്ടാവും. ഫെയിലിയർ നമുക്ക് ലെസൺസ് ആണ്. ആ ലെസൺസ് എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നായിരിക്കും പറയാം. കാരണം അയാള് സക്സസ് ആയിട്ട് നിന്നിട്ടുള്ളത് ഇതൊക്കെ താണ്ടി ഈ സിറ്റുവേഷൻസിലൂടെ കടന്നുപോയി അയാൾ റിയലൈസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ലൈഫിൽ ഒരുപാട് ഫെയിലിയർ വന്നാലും നമ്മള് വിടാണ്ട് നമ്മളെ ലൈഫില്, നമ്മളെ ഗോൾസില്, നമ്മളെ ഡ്രീംസില് നമ്മൾ എന്താണോ നമ്മളെ വിഷനായിട്ട് വെച്ചിട്ടുള്ളത് ആ കാര്യത്തിലോട്ട് വേണ്ട സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഉറപ്പായിട്ടും ഒരിക്കലും വിജയിക്കും. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാല് എനിക്ക് അവിടെ മിസ്റ്റേക്ക് പറ്റി മറ്റുള്ളവർ അത് കണ്ടാല് അവരുടെ കമന്റ്സ് അതായിരിക്കും നമ്മളെ പേടി. കാരണം പക്ഷെ മനുഷ്യന് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ലേൺ ചെയ്യുന്നത് മിസ്റ്റേക്കിലൂടെയാണ്. ഒരാള് സക്സസ് ആയതിലും കൂടുതൽ അയാള് ലേൺ ചെയ്യപ്പോഴാണ് അറിയുന്നത് മിസ്റ്റേക്ക് പറ്റുമ്പോഴും. മിസ്റ്റേക്ക് പറ്റുമ്പോഴാണ് നമ്മൾ അനലൈസ് ചെയ്യുക, എന്തുകൊണ്ടാണ് എനിക്ക് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത്. ആ മിസ്റ്റേക്ക് പറ്റിയിട്ട് നമ്മൾ ലേൺ ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ ഫ്രീ മൈൻഡിലാണ്. ഇവിടെ എന്താണ്, നമ്മൾ ഒരിക്കലും ഒരു ജഡ്ജ്മെന്റൽ മൈൻഡിലായിരിക്കില്ല അത് കാണുന്നത്. ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോഴത്തേക്കും അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്, ഞാനൊന്നും ചെയ്താലൊന്നും ശരിയാവാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെ രീതിയിൽ ഒരു ജഡ്ജ്മെന്റൽ മൈൻഡിൽ നമ്മൾ ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ഫെയിലിയറിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെസണും, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീ മൈൻഡിലൂടെ, ഒരു ഒബ്സർവിങ് മൈൻഡിലൂടെ ഒരു കാര്യത്തിനെ നോക്കിക്കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ലെസണും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോ ഒരാള് ഒരു ഒബ്സർവിങ് രീതിയിൽ ഒരു കാര്യത്തിനെ കാണുമ്പോൾ അയാൾക്ക് അതിന്റെ എന്തുകൊണ്ട് ഇത് ഫെയിലായി, ഞാൻ എവിടെയാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത്, ഈ ലെസൺസ് ആയിരിക്കും കിട്ടുക. ആ കറക്റ്റ് ചെയ്യേണ്ട, ആ മനസ്സിലാക്കിയ കാര്യം വെച്ചിട്ട് അയാൾ പിന്നെയും ആ കാര്യത്തിനെ ഫേസ് ചെയ്യുമ്പോൾ അയാൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോ അപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റാതിരിക്കും, കാരണം അവിടെ അയാൾ ഇനിയും എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കറക്ഷനിലൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്ക് പറ്റി ലേൺ ചെയ്ത് പിന്നെയും കറക്റ്റ് ചെയ്ത് മിസ്റ്റേക്ക് പറ്റി ലേൺ ചെയ്ത് അങ്ങനെയാണ് ഒരാൾ ഗ്രോ ചെയ്ത് വരുന്നത്. അല്ലാണ്ട് ഒരാൾ ജനിച്ചപ്പോ തന്നെ പെർഫെക്റ്റ് ആയിട്ടല്ല ഇവിടെ വരുന്നത്. നമ്മൾ പലപ്പോഴും വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ളൊരു ഇതിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റിനെയാണ് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യേണ്ടെന്ന കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഓരോ കാര്യത്തിനെ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മൾ വെറുതെ ഇമാജിൻ ചെയ്യുന്നുണ്ട്, എല്ലാവരും നമ്മുടെ ലൈഫിലേക്ക് നോക്കുന്നൊന്നുമില്ല ശരിക്കും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസിലൂടെ, അതായത് നമ്മൾ പോലും അറിയാത്ത എത്രയോ എത്രയോ ബാറ്റിൽസ് നടന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ഓരോ ആളുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവരുടെ റിലേഷൻഷിപ്പില്, കുട്ടികളുടെ കാര്യത്തില്, കരിയറിന്റെ കാര്യത്തില്, അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തില്, സമ്പത്തിന്റെ കാര്യത്തില്, ഇങ്ങനെ തീർത്താൽ തീരാത്ത ഒരുപാട് പ്രശ്നങ്ങളായിട്ടാണ് ഓരോ മനുഷ്യനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാരും നമ്മുടെ ലൈഫിലോട്ട് ഇങ്ങനെ ക്യാമറ വെച്ചിരിക്കൊന്നുമല്ല. ചിലപ്പോ ഒരാള് നമ്മുടെ ലൈഫിലൂടെ ക്രോസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ കണ്ടുമുട്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചോദിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പല കാര്യങ്ങളും ചോദിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന ഉത്തരം ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല.
ജസ്റ്റ് പോലും ഉണ്ടാവില്ല. നമ്മളോടൊന്ന് മിണ്ടി അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് എന്തെങ്കിലും മിണ്ടിയില്ല എന്ന് ഇനി നമുക്ക് ഫീൽ ചെയ്യണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഓൺ ദ സ്പോട്ടിൽ അവരുടെ മൈൻഡിൽ എന്തൊക്കെയാണോ വരുന്നത് അത് വിചാരിച്ച് നമ്മളോട് ചോദിക്കുന്നൊക്കെ ആയിരിക്കാം. അപ്പോ അതിനനുസരിച്ച് നമ്മള് മറ്റുള്ളവര് ഞാനിപ്പോ നാണം കെട്ടല്ലോ, അയാൾ ഇത് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാനില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു കണ്ടീഷനിലോട്ടാണല്ലോ അയാൾ ചോദിച്ചത് എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെ നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. പലപ്പോഴും മറ്റുള്ളവര് എന്ത് ചിന്തിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ മൈൻഡ് തന്നെയാണ്. ആക്ച്വലി ആരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന അത്രേ മറ്റുള്ളവരാരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളാണ് മറ്റുള്ളവര് എന്തെങ്കിലും കമന്റ്സ് പറയുമ്പോൾ അയാൾ ഇതുകൊണ്ടായിരിക്കാം ഇത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമ്മളാണ് ചിന്തിക്കുന്നത്. അവരതൊന്നും ആയിരിക്കില്ല പറഞ്ഞത്. പലപ്പോഴും നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും മറ്റുള്ള ഒരാൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ? അതായത് നമ്മൾ ഉദ്ദേശിച്ച കാര്യമാവില്ല അയാൾ മനസ്സിലാക്കിയത്. അയാൾ ചിന്തിക്കുന്നത് അയാൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ, അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ അയാളുടെ മൈൻഡിൽ ഓടിക്കൊടുന്ന പല ചിന്തകളിലൂടെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ പറഞ്ഞൊരു കാര്യത്തെ മനസ്സിലാക്കുന്നത്. അതൊന്നായിരിക്കും അയാൾ ഒരു കൺക്ലൂഷനിലെത്തുന്നത്. പക്ഷെ നമ്മൾ പറഞ്ഞത് അതൊന്നും ആവില്ല. അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവർ പറയുന്നതിനെ നമ്മളും എടുക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഏറ്റവും ലിമിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ തന്നെ മൈൻഡാണ്. നമ്മളെ മൈൻഡ് നമ്മളെ തന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റുള്ളവരാണ് നിന്റെ ലൈഫിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ ഓരോ തോൽവിയും മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്, നീ എപ്പോഴും ആളുകളുടെ മുന്നിൽ നിന്റെ വില കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നമ്മളെ ഒരു ഭാഗത്ത് ഇന്നർ ടോക്കിലൂടെ നമ്മളിങ്ങനെ ഡൗൺ ആക്കി കൊണ്ടിരിക്കുന്നത് നമ്മളെ മൈൻഡ് തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് പറയും? നാട്ടുകാരെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഈ നാട്ടുകാർ പറയുന്നതിന് നമ്മൾ എന്തിനാണ് വില കൊടുത്തത്? അല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ടോക്കിനൊക്കെ നമ്മളിങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. ചിലപ്പോ നമുക്ക് ഇപ്പോ എന്ത് പറ്റുന്നുണ്ടാവില്ല, ആ ഒരു തരത്തിൽ ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തയിൽ നമ്മൾ ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും. അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു കാര്യം എന്താണ്? നമ്മളെ ചിന്തേനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. അല്ലെങ്കിൽ നമ്മുടെ ചിന്തേനെ ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നല്ല, പക്ഷെ ഏത് ചിന്തേനോട് നമ്മൾ റിയാക്ട് ചെയ്യണം, ഏത് ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കണം, ഈ രീതിയിലൊക്കെ ചിന്തിക്കാൻ പാകത്തിന് നമ്മൾ മാറ്റിയെടുക്കുക. നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മളെ നെക്സ്റ്റ് വേഷനിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പലപ്പോഴും ഒരു കാര്യം എന്തുകൊണ്ടാണ് പ്രശ്നമാകുന്നത് എന്നറിയോ? നമുക്ക് പ്രശ്നമായിട്ടുള്ള പല കാര്യങ്ങളും വേറുള്ള ആളുകൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് ചിലപ്പോ ഒരാളോട് പോയിട്ട് സംസാരിക്കലാവും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. പല ആളുകളും സ്റ്റേജിൽ കയറിയിട്ട് ഒരു മൈക്ക് കിട്ടിയാൽ അവർ നിർത്താതെ പ്രസംഗിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ്? അവിടെ സംസാരിക്കലല്ല പ്രശ്നം, നമ്മളെ മൈൻഡ് അത് കൊണ്ട് നടക്കാൻ പാകത്തിന് നമ്മളെ മൈൻഡ് അവിടെ വളർന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുപ്പിയിൽ കൊള്ളുന്ന വെള്ളം, ഒരു 1/2 ലിറ്ററിന്റെ കുപ്പിയിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? ഇവിടെ പുറത്തോട്ട് പോകും. അതിന് പകരം നമ്മളൊരു 2 ലിറ്ററിന്റെ കുപ്പിയിൽ ആ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? ആ 1 ലിറ്റർ അതിന്റെ പകുതിയുള്ളൂ. അതായത് അവിടെ വെള്ളത്തിനല്ല പ്രശ്നം, അവിടുത്തെ സ്പേസിനാണ് പ്രശ്നം. നമ്മളെ മൈൻഡ് ചെറുതായിട്ട് ഇരുന്നിട്ട് നമുക്ക് എന്താണ്, ചെറുതായിട്ട് ഇരിക്കുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വലുതായിരിക്കും, നല്ല തിക്കിത്തിരക്കിയാണ് ഇരിക്കുന്നുണ്ടാവുക. അതിന് പകരം നമ്മുടെ മൈൻഡിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അതിന്റെ ഒരു കോർണറിലേക്കേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നമല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ മൈൻഡ് അവിടെ അത്രയും ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ തോട്ട്സിനെയൊക്കെ മാറ്റുക, നമ്മൾ മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വാട്ട് അതർ തിങ്ക്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് പോലും നമ്മൾ അറിയുന്നുണ്ടാവില്ല, നമ്മൾ അതിനെക്കുറിച്ച് വെറി ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ മൈൻഡിന്റെ ഫോക്കസേ മാറിപ്പോയിട്ടുണ്ടാവും. നമ്മളിപ്പോഴും നമ്മൾ ഇപ്പോഴും ഒരു കുറേ കാലം മുന്നേ നിന്ന് ചിന്തിച്ചിരുന്ന രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ എന്താണ് ചിന്തിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ മൈൻഡ് നമ്മളൊരു കുട്ടിയായിരിക്കുമ്പോ എങ്ങനെയാണോ ചിന്തിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. മൈൻഡ് എക്സ്പാൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മൈൻഡിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ പലപ്പോഴും പലരും എന്താണ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ രീതിയിലുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുന്നവരും ഉണ്ടാവുമായിരിക്കും. അതിനെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമ്മള് മറ്റുള്ളവർ ഇങ്ങോട്ട് പറയുന്നത് നമുക്ക് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതേ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ലൈഫിൽ കമന്റ്സ് പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ബാക്കിലുണ്ട്. അതൊന്നും അറിയാതെ പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അതൊന്നും ആരോടും അവർക്ക് പറയില്ല. അതിനൊക്കെ മൂടി വെച്ചുകൊണ്ടായിരിക്കും അവര് നമ്മളോട് പലതും സംസാരിക്കുന്നത്. നമ്മളാണെങ്കിലോ ആ ഒരു പോയിന്റിൽ നമ്മൾ അവരെ പുറത്ത് കണ്ടിട്ടുള്ള പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യും. ആ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മളെയും റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്. ഈ വാട്ട് അതേഴ്സ് തിങ്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളെ പല ഡ്രീംസിനെയും മാറ്റി വെക്കാറില്ല. നമ്മൾ പല ആക്ഷൻസും പലയിടത്തും പോയി സംസാരിക്കേണ്ട കാര്യത്തിൽ നമ്മൾ മാറ്റി വെക്കാറില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിക്കുന്നതിനനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ അപ്പൊ ഞാൻ എന്താണ്, ഞാൻ എവിടെ, അല്ലെങ്കിൽ എന്റെ ജീവിതം എവിടെ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എവിടെ ചെയ്യും, എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ സെൽഫ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയില്ല. ഈ ചോദ്യങ്ങൾ ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ കുറ്റബോധമൊക്കെ ആയിട്ട് വരുന്നത്. നമ്മളിതൊക്കെ മാറ്റി വെക്കുമ്പോൾ അറ്റ് എൻഡ് നമുക്ക് ഉണ്ടാവുന്നത് എന്താണ്? ഞാൻ എന്റെ ലൈഫിനെ വെറുതെ വേസ്റ്റ് ചെയ്തു, ബാക്കിയുള്ളവർ എന്ത് പറയും എന്ന് ആലോചിച്ചിട്ട് ഞാൻ ഒരു ഡെസിഷനും എടുക്കാണ്ടിരുന്നോണ്ട് എന്താണ് നമുക്ക് മാത്രമാണ് നഷ്ടം ഉണ്ടാവുക. ബാക്കിയുള്ള സമയത്ത് നമുക്ക് എന്തുണ്ടാവും? ലൈഫിൽ ഒരു എൻഡ് എത്തുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഒരു ഗിൽറ്റ് ആയിരിക്കും. ആ ഒരു ഗിൽറ്റ് നമ്മൾ ലൈഫിലോ ഒന്നും ചെയ്തുമില്ല, പിന്നെ നമ്മൾ ആ ഒരു ഗിൽറ്റിൽ ഇങ്ങനെ ജീവിച്ചു പോകേണ്ടി വരും. ഇപ്പോ നമ്മൾ ഏറ്റവും കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും ഭൂമിയിൽ ചെയ്ത് തീർക്കാന് അല്ലെങ്കിൽ നമ്മളിലൂടെ ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തന്നെ ചെയ്യണം. അത് ചെയ്യേണ്ടത് എപ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാല് നമ്മളെ ഫ്രീ ആക്കി വിടുമ്പോഴാണ്. അതിനർത്ഥം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം എന്നുള്ളതല്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നു നമ്മളെ ബോധത്തിന്. അല്ലാണ്ട് നാളെ മുതൽ തന്നെ ഞാൻ കള്ള് കുടിച്ച് നടക്കും അല്ലെങ്കിൽ ഞാൻ തോന്നിയ പോലെ നടക്കും, അതെല്ലാം ഒരിക്കലും മറ്റുള്ളവരൊന്നും ചിന്തിക്കാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും എന്നുള്ളത്. നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്നറിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാലോ, നമ്മളൊരു മനുഷ്യനാകുമ്പോൾ നമുക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. അതില് നമുക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ വാട്ട് അതേഴ്സ് തിങ്ക് എന്ന് തോന്നുന്ന കാര്യമില്ല. അവിടെ ചിലപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോ ഞാൻ തോറ്റുപോയേക്കാം, ചിലപ്പോ ഞാൻ ഇപ്പൊ എടുത്ത തീരുമാനം തെറ്റായേക്കാം, ചിലപ്പോ ശരിയായേക്കാം. എന്ത് വന്നാലും ഞാൻ എന്റെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കുക. അതാണ് നമ്മൾ നമ്മുടെ സെൽഫിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. പലപ്പോഴും നമ്മളിപ്പോ ചെയ്യുന്ന കാര്യത്തിനെ മറ്റുള്ളവർ എതിർക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് പല നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ അത് ചെയ്ത് ശരിയായി കഴിഞ്ഞാൽ ആയിരിക്കും അവർക്കും മനസ്സിലാവാം. അപ്പൊ അവർ ചിലപ്പോൾ ചോദിക്കും, നീ ഇത് എങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ചിലപ്പോൾ അവർക്കൊരു ലെസൺ അല്ലെങ്കിൽ അവർക്കും മുന്നോട്ട് പോകാനുള്ള, അല്ലെങ്കിൽ പലരും നമ്മളെ പല കാര്യത്തിനും നീ അത് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള പേടി കാരണമായിരിക്കും. അവര് പേടിക്കുന്ന പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും പറ്റും അല്ലെങ്കിൽ നമുക്കത് നല്ലതല്ല എന്ന് വിചാരിച്ചായിരിക്കും ചിലപ്പോൾ നമ്മുടെ പാരന്റ്സ് ഒക്കെ ചിലപ്പോൾ വല്ലതും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്കത് അറിയാത്തതുകൊണ്ടായിരിക്കും, അവര് പേടിച്ചിട്ടായിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളൊരു ആക്ഷൻ എടുത്തിട്ട് നമ്മള് പലപ്പോഴും നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പോകുമ്പോൾ പാരന്റ്സ് ചിലപ്പോൾ പറയും, നീ ഇത് ചെയ്യണ്ട, നീ നിനക്കുള്ള ഒരു ജോലിയിൽ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ പേടിക്കുന്ന ഒരു കാര്യം അവർ ഫെയിലായി പോയേക്കാം അല്ലെങ്കിൽ ഒരുപാട് നഷ്ടം നമുക്ക് വരും എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ നമ്മൾ അതിൽ സക്സസ് ആയി കഴിഞ്ഞാൽ അവരും സന്തോഷിക്കും. കാരണം അവര് വിചാരിക്കും, അവർക്കും അത് അപ്പോഴായിരിക്കും ഓക്കെ ഇത് ഇങ്ങനെയും പറ്റൂലേ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ പലർക്കും ഒരു ലെസൺ അല്ലെങ്കിൽ പലർക്കും മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആവുന്നത് നമ്മൾ നമ്മുടെ പല പേടികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് ഒരു വാട്ട് അതേഴ്സ് തിങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ലൈഫിൽ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് പറയാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ. താങ്ക് യു.